പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ കടുത്ത നിയന്ത്രണങ്ങൾക്കും അവഗണനകൾക്കുമെതിരെ പാക് അധീന കശ്മീരിൽ ജനരോഷം ആളിപ്പടരുന്നു. റാവലക്കോട്ടിൽ ജനങ്ങൾ നടത്തുന്ന വലിയ പ്രതിഷേധ സമരം 22ാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ പാക് അധീന കശ്മീർ പാകിസ്ഥാന്റെ ഭാഗമല്ല എന്ന ശക്തമായ പ്രഖ്യാപനവുമായി പ്രതിഷേധക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇസ്ലാമാബാദിന്റെ കടുത്ത ഉപരോധവും അവഗണനയും തുടരുകയാണെങ്കിൽ സഹായത്തിനായി തങ്ങൾ ഇന്ത്യയെ സമീപിക്കുമെന്ന വൻ മുന്നറിയിപ്പും പ്രക്ഷോഭകർ പാക് ഭരണകൂടത്തിന് നൽകിക്കഴിഞ്ഞു. റാവലക്കോട്ടിലെ ഈദ്ഗാഹ് മൈതാനത്ത് നടന്ന വലിയ ജനകീയ കൂട്ടായ്മയിൽ സംസാരിച്ച നേതാക്കളാണ് ഈ പ്രദേശമിനി പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലാണെന്ന് കരുതാൻ കഴിയില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത്. കടുത്ത ഉപരോധം തുടർന്നാൽ ഇന്ത്യയുമായി കൂടുതൽ ശക്തമായ ബന്ധം സ്ഥാപിക്കുമെന്ന മുന്നറിയിപ്പും പ്രതിഷേധത്തിൽ പങ്കെടുത്ത പതിനായിരങ്ങൾ ഒറ്റക്കെട്ടായി വിളിച്ചു പറഞ്ഞു. മോശം ഭരണം, കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, അനിയന്ത്രിതമായ വിലക്കയറ്റം, ഭരണകൂടത്തിന്റെ ക്രൂരമായ അടിച്ചമർത്തലുകൾ, വർഷങ്ങളായുള്ള വിവേചനം എന്നിവയ്ക്കെതിരെയാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ ദീർഘനാളായി തെരുവിൽ സമരം ചെയ്യുന്നത്. ഈ ജനകീയ പ്രതിഷേധം പുറം ലോകം അറിയാതിരിക്കാനും ആളുകൾ തമ്മിലുള്ള ആശയവിനിമയങ്ങൾ തടയാനുമായി ജൂൺ 5 മുതൽ ഈ മേഖലയിൽ പാകിസ്ഥാൻ ഭരണകൂടം ഇന്റർനെറ്റ് പൂർണ്ണമായി വിച്ഛേദിച്ചിരിക്കുകയാണ്. പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനായ സർദാർ അമൻ ഖാന്റെ നേതൃത്വത്തിലാണ് ഈ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നത്. ജനങ്ങളുടെ സമരവീര്യം ഇല്ലാതാക്കാൻ വേണ്ടി ഈ മേഖലയിലേക്കുള്ള ഭക്ഷണവും മറ്റ് അവശ്യ സാധനങ്ങളും 2 ആഴ്ചത്തേക്ക് പാക് അധികൃതർ തടഞ്ഞുവെച്ചിരുന്നു. എന്നാൽ ഇത് പ്രതിഷേധം കൂടുതൽ ശക്തമാകാനും കൂടുതൽ ജനങ്ങൾ സമരത്തിലേക്ക് വരാനും മാത്രമാണ് കാരണമായത്. പാക് അധീന കശ്മീർ ഒരു തരത്തിലും പാകിസ്ഥാന്റെ ഭാഗമല്ലെന്നും തങ്ങൾക്ക് പാകിസ്ഥാനെ ആശ്രയിക്കേണ്ടി വരുന്നതിനേക്കാൾ കൂടുതൽ പാകിസ്ഥാനാണ് തങ്ങളെ ആവശ്യമെന്നും സർദാർ അമൻ ഖാൻ റാലിയെ അഭിസംബോധന ചെയ്ത് പറയുകയുണ്ടായി. ഇതിനു പുറമെ ജൂൺ 9 മുതൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം മറ്റൊരു ശക്തമായ ധർണയും ജനങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഭക്ഷണത്തിനും മറ്റ് അവശ്യ സാധനങ്ങൾക്കുമുള്ള ഈ മനുഷ്യത്വരഹിതമായ നിയന്ത്രണം പാകിസ്ഥാൻ തുടരുകയാണെങ്കിൽ സഹായത്തിനായി തങ്ങൾ ഇന്ത്യയെ സമീപിക്കുമെന്ന് അമൻ ഖാൻ അണികളോട് തുറന്നു പറഞ്ഞു. ഇത്തരമൊരു നീക്കം ഈ മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ പൂർണ്ണമായി മാറ്റുമെന്നും പാകിസ്ഥാന് മേൽ കടുത്ത അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാക് അധീന കശ്മീർ പാകിസ്ഥാന്റെ ഭാഗമല്ലെന്ന് ജനങ്ങൾ ഉറക്കെ വിളിച്ചു പറയുന്ന നിരവധി വീഡിയോകൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. പാക് സൈനിക മേധാവി അസീം മുനീറിനെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞ ജനങ്ങൾ തങ്ങൾ ഒരു തരത്തിലുള്ള സ്വേച്ഛാധിപതിയെയും ഇനി ഈ മണ്ണിൽ വച്ചുപോർപ്പിക്കില്ലെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നിലവിൽ ഈ പ്രതിഷേധങ്ങൾ പാക് അധീന കശ്മീരിൽ മാത്രമല്ല നടക്കുന്നത്, മറിച്ച് വിദേശങ്ങളിൽ താമസിക്കുന്ന കശ്മീരികളും പ്രവാസികളും ഒത്തുചേർന്ന് വിവിധ രാജ്യങ്ങളിലെ പാകിസ്ഥാൻ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളുമായി രംഗത്തുണ്ട്. മുസഫറാബാദും അതിന്റെ പരിസര പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഈ മേഖലയിലെ തങ്ങളുടെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതുവരെ ഈ സമരം വിട്ടുവീഴ്ചയില്ലാതെ തുടരുമെന്ന ഉറച്ച നിലപാടിലാണ് സമര നേതാക്കൾ.